ബ്രഹ്മസ്വരൂപിണേ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്നേഹനിധികളായ ശിവഗിരി സാഹോദര്യം സ്മൈൽ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും സ്നേഹവന്ദനം. നമുക്കറിയാം, നമ്മെ ബാധിക്കുന്ന കാര്യത്തിൽ നമുക്കൊരു കരുതലുണ്ടാവും, ഒരു ഉത്തരവാദിത്തമുണ്ടാവും. നമ്മളെല്ലാം മാതാപിതാക്കളുടെ രക്ഷാകർതൃത്വത്തിലാണ് വളർന്നു വന്നത്. പലതരത്തിലും അവർ നമുക്കായി കരുതലേകുകയുണ്ടായി. ആ കരുതലിൻ്റെ ആ സാന്ത്വനവും സുരക്ഷിതത്വവും അനുഭവിച്ചു തന്നെ പോരുന്നവരാണ് നമ്മിലേറെയും. ഇനി അല്ലാതെ ഉള്ളവർ അങ്ങനെയുള്ള സംരക്ഷണവും കരുതലും നമ്മുടെ അടുത്ത തലമുറയ്ക്കായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗുണകരമായത് വരണം എന്ന് കരുതി തന്നെയാവും നമ്മൾ അവർക്ക് വേണ്ടി എന്തും കരുതുക, ചെയ്യുക. ദോഷകരമായത് സംഭവിക്കാതിരിക്കാൻ നമ്മളാവത് ശ്രദ്ധിക്കുകയും ചെയ്യും. പക്ഷേ പലപ്പോഴും നമ്മൾ നിസ്സഹായരായി പോകും. തെറ്റിലേക്ക്, അല്ലെ തെറ്റായ മാർഗത്തിലേക്ക് അവർ പോകുന്നു എന്ന് കണ്ടാൽ ഒരുപക്ഷെ നയത്തിന് ചില ഉപായങ്ങളിൽ കൂടിയൊക്കെ അതിനെ തിരുത്താൻ ശ്രമിക്കുമെങ്കിലും ഒരുപക്ഷെ ആ തിരുത്തൽ വേറൊരു തരത്തിലുള്ള തിരിച്ചടിയോ നഷ്ടമോ ആകുമെന്ന് ഭയന്ന് നമ്മളങ്ങ് കണ്ണടയ്ക്കുകയാണ്. പക്ഷേ ആധിയിലാണ്, അതിൻ്റേതായ വ്യാധിയിലുമാണ് പലപ്പോഴും നമ്മൾ കഴിഞ്ഞു പോരാറുള്ളത്. എല്ലാവരും നേർച്ച കാഴ്ചകളും പ്രാർത്ഥനകളുമൊക്കെ നടക്കുന്നു, നല്ല ബുദ്ധി തോന്നുവാൻ വേണ്ടി. അപ്പം ഇത് നമ്മുടെ അനുഭവങ്ങളാവാം, ഇല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടം ഇങ്ങനെയുള്ള രംഗങ്ങൾ നിത്യവും നമ്മൾ കാണുന്നുണ്ടാവാം. ഒന്ന് ഓർത്ത് നോക്കൂ, ഒരു സാധനം നമ്മൾ ഒരാൾക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ ആ സാധനം ഉപയോഗിക്കേണ്ട രീതിയിൽ തന്നെ ഉപയോഗിച്ച് കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അതിനെ ദുരുപയോഗം ചെയ്താൽ നമുക്ക് സങ്കടമാകും. ഇനി ദുരുപയോഗം ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കാം? അതിൻ്റെ മൂല്യമോ അതിൻ്റെ പ്രയോജനമോ അറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ സ്വതേ പല കാര്യങ്ങളിലും അവർ പ്രകടിപ്പിക്കുന്ന ഒരു അലസത, ഒരു ഉത്തരവാദിത്തമില്ലായ്മ. തന്നോട് തന്നെ ഉത്തരവാദിത്തമില്ലാത്തവരും ഏറെയാണ്. അപ്പം അങ്ങനെ അവരുടെ ആ കർമ്മങ്ങളെല്ലാം വിപരീതമായി പോകുന്നു. അതവർക്കും ഗുണം ചെയ്യുന്നില്ല, അത് മറ്റുള്ളവർക്ക് ഉപദ്രവമോ ദോഷമോ ഒക്കെയായി മാറുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം നോക്കൂ, നല്ലപോലെ ഡ്രൈവിങ് പഠിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ വണ്ടി ഒരാളെ ഏൽപ്പിക്കുക. അപ്പം അതല്ലാതെ വണ്ടി മേടിച്ചു കൊടുത്തു, ഇതുകൊണ്ട് പഠിച്ചോ എന്നാണ് ഭാവമെങ്കിൽ അതെവിടെ ചെന്ന് നിൽക്കും? കൊടുക്കുന്ന സാധനം നശിപ്പിക്കുമെന്ന് മാത്രമല്ല, ചിലപ്പം സ്വയം നാശത്തിനും അത് വഴിവെക്കും. ഇവിടെ സൂചിപ്പിച്ചു വരുന്നത് ശിക്ഷണം വേണം. ആ ശിക്ഷണം ഇല്ല എങ്കിൽ എന്തും പിഴച്ചു പോകും. ഇപ്പൊ നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ സർവാഭീഷ്ട ദായകൻ
എന്ന് നമ്മൾ വിശ്വസിക്കുന്ന മൂർത്തികളെ കൂട്ടി. അഭീഷ്ടവര ദായകർ, ഇതൊക്കെ നമ്മൾ പലവട്ടം മനനം ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ വീണ്ടും വീണ്ടും നമുക്ക് ആ വഴിയിലൂടെ തന്നെ ചിലപ്പോൾ കടന്നു പോകേണ്ടി വരും. ദായകരത്രേ നമ്മുടെ ആരാധനാമൂർത്തികൾ. അത് പലരുള്ളത് കൊണ്ടും അതിനെ അധികരിച്ച് പല പല പ്രതിഷ്ഠകളോ സംവിധാനങ്ങളോ ഉള്ളത് കൊണ്ടും അതുകളൊക്കെ തമ്മിലുള്ള മത്സരം എന്ന് പറഞ്ഞുകൂടാ, അതിനെയൊക്കെ നടത്തുന്നവർ തമ്മിലുള്ള മത്സരം. എന്താണെങ്കിലും ദൈവം ഒന്നേ ഉള്ളൂ എങ്കിലും തങ്ങളുടെ കൈകാര്യ കർത്തൃത്വത്തിലുള്ള സംവിധാനമാണ് മെച്ചം എന്ന് കാണിക്കാൻ വേണ്ടി അതിൻ്റെ കൈകാര്യകർത്താക്കൾ തമ്മിലുള്ള ഒരു മത്സരമുണ്ട്. അവർ അതിനെ പെരുപ്പിച്ച് കാണിക്കും. പലപ്പോഴും ഈ സാക്ഷ്യങ്ങളൊക്കെ പറയിപ്പിച്ച് മറ്റു പലയിടത്തും കാണുന്നത് പോലെ ഇതിൻ്റെ ഈ പ്രശസ്തി വർദ്ധിപ്പിക്കാനും ശ്രമിക്കും. അപ്പം ഇതൊക്കെ ആത്മീയ രംഗത്ത് ഭക്തിമാർഗ സരണിയിൽ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഗുരു, അപ്പം നമ്മൾ ഈ ഗുരുവിന് വിശേഷണങ്ങൾ പോരാ എന്ന് കരുതുന്നവരാണ്. അതുകൊണ്ട് മഹാഗുരു, അപ്പം മഹാഗുരു എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? മറ്റു പല ഗുരുക്കന്മാരും ഉണ്ടെന്നും അപ്പോൾ അതിൽ നിന്നും എല്ലാം മീതയാണ് ഗുരുവെന്നും വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നമ്മുടെ ഗുരുവിൽ അത്ര ബോധ്യം പോരാ എന്നുള്ളതിൻ്റെ തെളിവാണ് വിശ്വഗുരു, മഹാഗുരു. എന്തോ ആയിക്കൊള്ളട്ടെ, ഒരു ഗുരുവിനെ പിൻപറ്റുന്നവർ, അതിനെ ഗുരുസ്ഥാനത്ത് കാണുന്നവർ, അവർ അതിൽ പൂർണ്ണ അഭിമാനികൾ മാത്രമല്ല പൂർണ്ണ വിശ്വാസികളുമായിരിക്കണം. ഗുരു എന്ന ഒറ്റ സങ്കല്പത്തിൽ തന്നെ എല്ലാം അടങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഗുരു എന്ന വിശേഷണം തന്നെ ധാരാളമാണ്. ധർമ്മതീർത്ഥ സ്വാമികളുടെ കാലത്ത് ഈ ലെറ്റർ ഹെഡിനൊക്കെ മുകളിലും അദ്ദേഹം എഴുതാറുണ്ടായിരുന്ന ലേഖനങ്ങളുടെയൊക്കെ മുകളിലും ഓം ഗുരുചരണം ശരണം എന്ന് കാണുമായിരുന്നു. അത് നല്ലൊരു ഉപചാരമാണ്. ഗുരുചരണം ശരണം, ഗുരുപാദങ്ങളിൽ ശരണീകരിച്ച് ഗുരുപാദങ്ങളിലെല്ലാം അർപ്പിച്ചുകൊണ്ട് തൻ്റെ കർമ്മം ഇതാ തുടങ്ങുന്നു. അഥവാ താൻ കർമ്മനിരതനാകുന്നു എന്ന ഒരു സങ്കല്പമാണ്. അത് ഈശ്വരാർപ്പണ ബുദ്ധിയുടെ ഒരു അടയാളമാണ്. അത് സാധാരണ ആരും അനുവർത്തിക്കാറില്ല. നമ്മുടെ കാര്യമാണ് പറയുന്നത്. ഇത് പക്ഷേ ഇതിനെ അനുകരിച്ച് പലരും അതേറ്റ് എടുത്തിട്ടുണ്ട്. സാർവത്രികമായി അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് സ്ഥിരം ഉപയോഗിക്കുന്നവരുടെ ആ സമ്പ്രദായമായി അത് മാറുകയുണ്ടായി. അപ്പം അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഓം ഗുരുചരണം ശരണം എന്ന് പറഞ്ഞാൽ അത് ആ ആശ്രമക്കാരുടെ, ഏതാശ്രമമായിക്കൊള്ളട്ടെ, ആ ആശ്രമക്കാരുടെ രീതിയാണ് എന്ന് കരുതി നമ്മളത് ഉപയോഗിക്കുന്നില്ല. ഒന്ന് ഓർത്ത് നോക്കൂ, തുടങ്ങിയതാര്, അത് കൊണ്ടു നടക്കുന്നതാര്? ഇത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഭുക്തിയും വേണം, മുക്തിയും വേണം. ഇപ്പോൾ ഈ വാക്ക് ഒരുപക്ഷെ പരിചയം കാണും, പക്ഷേ എവിടെയാണെന്ന് എങ്ങനെയാണെന്ന് അത്ര തിട്ടമില്ലാത്ത ആരെങ്കിലുമൊക്കെ കണ്ടേക്കാം. സാമാന്യേന എല്ലാവർക്കും അറിഞ്ഞിരിക്കാനാണ് സാധ്യത. ഇത് ഗുരുവാദ ദശകത്തിൻ്റെ 1-ാം ശ്ലോകത്തിൽ തന്നെ കടന്നു വരുന്നുണ്ട്. ഭുക്തിയും മുക്തിയും മേൽ സാധിപ്പാനോർത്ത് പ്രീതിക്കാളാകിൽ ഓരാതകില മഹിമയും ഭൂതിയും നൽകുമേതോ ചൈതന്യം പൂണ്ടും അപ്രീതിയിൽ അപജയമുണ്ടാക്കിയും നിൽക്കയാലെ ഏതിനും മൂലമല്ലോ ഗുരുകൃപ, അതിനാൽ ഭുക്തിയും മുക്തിയും മേൽ സാധിപ്പാനോർത്ത്.
നാരായണ ഗുരുചരണം സന്തതം ഞാൻ തൊഴുന്നേ. 1-ാം ശ്ലോകത്തിൽ തന്നെയാണ് ഇത് പറയുന്നത്. ആദ്യം വേണ്ടത് അങ്ങനെയാണ്. ഒരു ഇരിപ്പിടമല്ലേ ആദ്യം വേണ്ടത്. അവിടെ ഇരുന്നു കൊണ്ടല്ലേ നമുക്ക് ശേഷം ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആദ്യം വേണ്ടത് ഈ ഭുക്തിയും മുക്തിയുമാണ്. അതിൽ തന്നെ ഭുക്തി കിട്ടുന്നതിന് മുമ്പ് തന്നെ കിട്ടേണ്ടതാണ് മുക്തി. അപ്പം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പരമ്പരാഗതമായി നമ്മുടെ ഹൃദയങ്ങളിൽ മുഴങ്ങുന്ന ഒരു ഗുരുമന്ത്രം, ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു എന്ന് തുടങ്ങുന്ന ആ വിശ്വസാര മന്ത്രം, അതിനെ ഗുരുഗീത എന്ന് പറയും. അപ്പം അതിൻ്റെ ഒരു ഭാഗം ജ്ഞാനശക്തി സമാരൂഢ തത്വമാലാഭൂഷിത ഭുക്തി മുക്തിപ്രദാതാച തസ്മൈ ശ്രീ ഗുരവേ നമ. ഇവിടെ ഗുരുവിന് മാത്രമായുള്ള സവിശേഷത. നമ്മളിവിടെ ഗുരുവെന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിനെ ഉദ്ദേശിച്ചാണ്. അത് കഴിയുന്നതും ഗുരു എന്ന ഒരൊറ്റ സംജ്ഞയിൽ തന്നെ നമ്മൾ കാണാൻ ശ്രമിക്കുകയാണ്. ഇത് ചെറിയൊരു വിദ്യ പഠിപ്പിക്കുന്നവർക്കും എന്തെങ്കിലും ഒരു സാങ്കേതിക തൊഴിൽ പഠിപ്പിക്കുന്നവർക്കും എല്ലാം ചാർത്തി കൊടുത്ത് ഗുരു എന്നുള്ളത് വഴി കാണിച്ചു കൊടുക്കുന്ന ആൾക്ക് പോലും, വഴി പറഞ്ഞു കൊടുത്ത ആൾക്ക് പോലും ഗുരുവാണ്, അത് ഗുരുവാണ്, എൻ്റെ ഗുരുവാണ് എന്ന് നമ്മൾ സാധാരണ സംഭാഷണത്തിൽ പോലും പ്രയോഗിച്ച്, അപ്പം അതാണ് നമ്മൾ പതിവായി കേട്ടുവരുന്നത് എന്നതുകൊണ്ട് ഗുരു എന്ന് പറയുമ്പോൾ സാധാരണ പറഞ്ഞു വരാറുള്ള ഒരു സംജ്ഞയായിട്ട് ഈ പുതിയ തലമുറ ധരിച്ചെങ്കിൽ തെറ്റു പറയാനൊക്കില്ല. അപ്പം അതുകൊണ്ടാണ് ഉപചാരത്തോടെ ഉപയോഗിക്കേണ്ട ചില പദങ്ങൾ അതിനെ നമ്മൾ അസ്ഥാനത്ത് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു വിദ്യ പരിശീലിക്കുന്നു, ആ പരിശീലിപ്പിക്കുന്നയാളെ ഇപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ടർ എന്നൊക്കെ പുതിയ രീതിയിൽ പറയാം, പരിശീലകൻ എന്ന് പറയാം, ഈ ട്രെയിനർ എന്ന് പറയാം. ഈ ഭാഷയിൽ അതിന് വാക്കുകളില്ലാഞ്ഞിട്ടല്ലല്ലോ. ഏത് കാര്യത്തിനും അതിൻ്റെതായ ഉചിതമായ വാക്കുകളുണ്ട്. അതില്ലാഞ്ഞിട്ടാണെങ്കിൽ വേണ്ടില്ല. പക്ഷെ അവിടെയെല്ലാം ഈ വിശിഷ്ട പദങ്ങളെടുത്ത് ഉപയോഗിക്കുന്ന നമ്മൾ കാണാറുണ്ട്. ഇപ്പം സമാധിസ്ഥൽ, സമാധിസ്ഥാനം, ഇത് സാധാരണ ജീവിതകാലം മുഴുവൻ വിവാദങ്ങളും പ്രക്ഷോഭണങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു നേതാവിനെ പറ്റി പറയുമ്പോൾ അതിനോട് ചേർത്ത് സമാധി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ധരിക്കുക? പുതിയ തലമുറ എന്തായിരിക്കും മനസ്സിലാക്കുക? നാം അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. അപ്പം ഇങ്ങനെ ഈ വികലധാരണകൾ ധാരാളം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇനി നമുക്ക് സാമാന്യ യുക്തിക്കൊന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ വിശ്വാസപൂർവ്വം ഉപചാരപൂർവം ഗുരുവിനെ സമീപിച്ചും ഗുരു നാമങ്ങളെ വ്യവഹരിച്ചും തുടങ്ങിയാൽ അത് വിശ്വാസപൂർവം സ്ഥിരമായി ഉപയോഗിച്ചാൽ അതങ്ങ് പതിഞ്ഞുകൊള്ളും, സമൂഹ മനസ്സിലും അത് പതിഞ്ഞുകൊള്ളും. എന്ന് മാത്രമല്ല, നമ്മുടെ ഈ ഒരു വ്യക്തിത്വത്തിൻ്റെ സവിശേഷതയായി അത് മാറുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് അലസ സമീപനങ്ങൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടുള്ളതല്ല. പൊതുവെ അങ്ങനെയൊക്കെയാണ് കണ്ടുവരുന്നത് എന്ന് കരുതി ആ പൊതുവായ രീതിയിലേക്ക് നമ്മളും പോവുകയല്ല ചെയ്യേണ്ടത്. സത്തായിട്ടുള്ളത്
അത് തെളിഞ്ഞു വരിക തന്നെ ചെയ്യും. അപ്പം ആ രീതിയിൽ ആശാവഹമായ പല പല നല്ല പ്രവണതകളും ഈ ഗുരുമാർഗത്തിൽ തെളിഞ്ഞു വരുന്നുണ്ട്. നമ്മൾ ഒട്ടും നിരാശപ്പെടേണ്ടതില്ല. പക്വത ആർജിച്ച് വരുന്ന ഒരു സമൂഹം ആയി നമുക്ക് ആത്മവിശ്വാസത്തോടെ നമുക്ക് സ്വയം അഭിമാനിക്കാവുന്നതാണ്. അപ്പം നോക്കൂ, ആഗ്രഹിക്കുന്നത്, നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്തും ഈശ്വരൻ തരുമെന്നുണ്ടെങ്കിൽ അത് എവിടെ പോയി നിൽക്കും? നമുക്ക് സ്വയം അത് ബോധ്യപ്പെടുന്നതേ ഉള്ളൂ. നമ്മുടെയൊക്കെ മനോനില വെച്ച് തന്നെ നമുക്കതിനെ വിലയിരുത്താവുന്നതേ ഉള്ളൂ. നമുക്ക് നമ്മുടെ വാസനയ്ക്കനുസരിച്ച്, നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായി വരും. ഇനി ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ആണെങ്കിൽ പൊറുക്കാമായിരുന്നു, സഹിക്കാമായിരുന്നു. അതിനപ്പുറം ഈ അനിഷ്ടങ്ങളും കൂടി ഉണ്ടായി വരും. ഇപ്പൊ ദൈവത്തെ പ്രാർത്ഥിക്കുന്നത്, ഈ നേർച്ച കാഴ്ചകളൊക്കെ വെക്കുന്നത് ആഗ്രഹപൂർത്തിക്കും ഇഷ്ടങ്ങൾ സാധിക്കുന്നതിനും വേണ്ടി മാത്രമാണ്. ഈ അനിഷ്ടകരമായ കാര്യങ്ങൾ അതിനെ ഇല്ലായ്മ ചെയ്യാനും നമുക്ക് ഇഷ്ടമില്ലാത്തവരെ ഉന്മൂലനം ചെയ്യാൻ വരെ ഈ ഭക്തിമാർഗത്തെ, ഇതിനെ ഭക്തിമാർഗമെന്ന് പറയാൻ പറ്റുമോ എന്ന് സംശയമാണ്. അങ്ങനെയുമുണ്ട്. അത് ഈ ശത്രു ദോഷമെന്നും ശത്രു നിവാരണമെന്നും ഒക്കെ പറയുകയാണ്. അപ്പോൾ ഇവിടെ ഭഗവാനോട്, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തന്നെ ഒരു പ്രത്യേക യോഗ്യത വേണം. എന്തുകൊണ്ടെന്നാൽ അത് ഈ മുക്തരായവർക്ക് മാത്രമുള്ളതാണ്. എന്താണ് ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ടത്? ഓരോ സ്ഥാനത്തേക്കും നമ്മൾ പോകുമ്പോൾ, ഓരോ സ്ഥാനങ്ങളും നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് അതിലൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ പരിചയം കൊണ്ടും അതിനെക്കുറിച്ചുള്ള ധാരണകളും കൊണ്ടും ഉണ്ടാകുന്നതാണ്. ഇപ്പം നമ്മൾ മാങ്ങ പറിക്കാൻ പോയാൽ അത് മാവ് തേടിയാണ് പോകുന്നത്. ആ മാവിൽ നിന്ന് മാങ്ങയെ പ്രതീക്ഷിക്കുന്നുള്ളൂ, തേങ്ങ പ്രതീക്ഷിക്കുന്നില്ല. മാവിലാണ് മാങ്ങയുള്ളത് എന്ന് നമുക്ക് ഉറപ്പായും അറിയാം. കിണറ്റിൽ നമ്മൾ കല്ലെടുക്കാനല്ല പോകുന്നത്, വെള്ളം എടുക്കാനാണ്. എന്തുകൊണ്ടെന്നാൽ അതും നമുക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട്. ഇതുപോലെ ദൈവത്തിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കാം? ദൈവത്തോട് ചേരുന്നത് എന്തിന്? ഇതിനെക്കുറിച്ചുള്ള ധാരണക്കുറവ് കൊണ്ടാണ് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം ദൈവത്തിനു മുമ്പിൽ പ്രകടിപ്പിക്കുക മാത്രമല്ല, അത് സാധിതമാകണം എന്ന ഒരു വ്യഗ്രതയുണ്ട്. അതിനായി പല ത്യാഗങ്ങളും അത് സ്വയം ശരീരത്തെ പീഡിപ്പിക്കുന്നു. അപ്പം വന്ന് മനുഷ്യൻ്റെ ആ അന്ധത എവിടം വരെ ഉണ്ട് എന്നുള്ളത് ചില സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നുമുണ്ട്. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിൽ നരബലി പോലും, അതിൻ്റെ കഥകൾ പോലും അറിയപ്പെടാത്ത ആ കഥകൾ ഇനി എന്തെല്ലാം കാണും. അപ്പോൾ നോക്കൂ, ഏതാണ്ട് പ്രബുദ്ധതയുടെ ഒരു നാടെന്ന് പറയുന്നു, വിദ്യയുടെ വെളിച്ചം പരക്കുന്ന നാടെന്ന് പറയുന്നു. ഭാരതം എന്ന് പറഞ്ഞാൽ തന്നെ ഭാസിക്കുന്ന നാട്, പ്രകാശത്തിൻ്റെ നാട് എന്നാണ് പറയുന്നത്. അത് ശരിയാണ്. പക്ഷേ ലോകമെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് കാണുന്ന സമുദ്രവും കരകളും പർവ്വതങ്ങളും അല്ല. അത് അതിൻ്റെ ഒരു ഘടകം മാത്രമേ ആകുന്നുള്ളൂ. ലോകമെന്ന് പറഞ്ഞാൽ മുഖ്യമായും ജീവജാലങ്ങൾ, അതിലും മുഖ്യമായി മനുഷ്യരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്.
ഈ മനുഷ്യനാണ് ഈ സംസ്കാരങ്ങളുടെ എല്ലാം സൃഷ്ടാവ്. അതേ മനുഷ്യൻ തന്നെയാണ് ഈ സംസ്കാരത്തിൻ്റെ എല്ലാം വിനാശകന്മാരും എന്ന് അറിയേണ്ടതാണ്. ഇവിടെ നോക്കൂ, ദൈവം എന്ത്? ആരെന്നല്ല, ദൈവത്തെ ഒരു വ്യക്തിയായി കണ്ട് ശീലമുള്ളവർക്ക് ദൈവം എന്ത് എന്നൊരു ചോദ്യം വന്നാൽ അത് അലോസരം ഉണ്ടാക്കും. ദൈവം എന്ത്? അതിനെക്കുറിച്ച് ഇതിന് വിശദീകരണം വേണമെന്ന് തോന്നുന്നില്ല. നാളുകൾക്ക് മുമ്പ് തന്നെ നമ്മൾ ദൈവം, ഈശ്വരൻ ഇതിനെക്കുറിച്ചൊക്കെ ഈ പദവിചാരത്തിലൂടെ കിട്ടാവുന്നിടത്തോളം അറിവ് സമ്പാദിച്ചവരാണ്. അത് നമ്മൾ ഓർത്തെടുക്കണം. ഒന്ന് ഓർത്ത് നോക്കൂ, ബുദ്ധി അത് പ്രചോദിതമാകണം. ബുദ്ധിയുള്ളവർക്ക് മാത്രമേ എന്തിൻ്റെയും അസ്തിത്വവും അതിൻ്റെ പ്രയോജനവും മറ്റും മനസ്സിലാകും. ബുദ്ധിയില്ലാത്തവർ അതിനെ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് പ്രഥമമായി മനുഷ്യന് വേണ്ടുന്നത് ബുദ്ധിയുടെ പ്രചോദനമാണ്, ബുദ്ധിയുടെ തെളിച്ചമാണ്. ആ തെളിഞ്ഞ ബുദ്ധിയാണ് യഥാർത്ഥത്തിൽ ദൈവം. അഥവാ ദൈവത്തിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഈ ബുദ്ധിയുടെ തെളിവാണ്. എല്ലാ ദേവതകളെക്കുറിച്ചും എല്ലാ ദേവതകളെ അധികരിച്ചും ഗായത്രി മന്ത്രങ്ങളുണ്ട്. അതിലെല്ലാം പൊതുവെ പറയുന്നത് ബുദ്ധിയെ പ്രചോദിപ്പിച്ചാലും, അത് പ്രചോദനം എന്തെന്ന് സൂചിപ്പിക്കാതെ പ്രചോദിപ്പിച്ചാലും എന്ന് പറയുന്ന മന്ത്രങ്ങളുമുണ്ട്. എങ്കിലും പ്രസിദ്ധമായ ഗായത്രി ധിയോ യോ ന പ്രചോദയാത്, ധിയോ യോ ന പ്രചോദയാത്. ഇപ്പം ലോകത്ത് നമുക്ക് പ്രത്യക്ഷമായി കാണുന്ന ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് സൂര്യനാണ്. അതാണ് ദിവസത്തെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ദിവാകരൻ എന്ന് പറയുന്നു. ദിവസത്തിലാണ് നമുക്ക് എല്ലാം കാണാൻ, അതായത് പകൽ വെളിച്ചത്തിലാണ് നമുക്ക് എല്ലാം കാണാൻ കഴിയുക. അതുകൊണ്ട് ഈ ബുദ്ധിയുടെ തെളിച്ചത്തിൻ്റെ ആ പ്രതീകമായി ആ ഭർഗ തേജസ്സിനെ കണ്ട് സൂര്യതുല്യം എൻ്റെ ബുദ്ധിയും തെളിയട്ടെ. ബുദ്ധി തെളിയാത്തവൻ മനുഷ്യനല്ല. ബുദ്ധി തെളിയാത്തവൻ നന്മതിന്മകളെ അറിയുന്നില്ല, ശരി തെറ്റുകളെ അറിയുന്നില്ല, സത്യങ്ങളെ അറിയുന്നില്ല, ധർമാധർമ്മങ്ങളെ അറിയുന്നില്ല എന്ന് മാത്രമല്ല, വേർതിരിച്ച് വിവേചിച്ചിതിനെ അറിയാൻ കഴിയാത്തതുകൊണ്ട് ശരിയെ തെറ്റായും തെറ്റിനെ ശരിയായും കാണാനിട വരുന്നു. അങ്ങനെ ദുർമാർഗമായിത്തീരുന്നു, ദുർമാർഗത്തിലൂടെ ആയിത്തീരുന്നു അവരുടെ ജീവിതം. ആസുരം ലോകമൊന്നുണ്ട്, കൂരിരുട്ടാൽ അതാവൃതം, മോഹമാർന്നാത്മഹന്താക്കളെന്നാണ് പറയുന്നത്. പോകുന്നു മൃതരായതിൽ. ഇതാണ് യഥാർത്ഥ ആത്മഹത്യ. ബുദ്ധി തെളിയാതെ, ധർമ്മമെന്തെന്നറിയാതെ, കർമ്മമാർഗമെന്തെന്നറിയാതെ ജീവിക്കുന്നവർ ആത്മഹന്താക്കളത്രേ. ആത്മഹന്താക്കൾ പോകുന്നു മൃതരായതിൽ. അവർ ജീവിക്കുന്നുണ്ടാവാം, ശാരീരികമായ പല പ്രക്രിയകളും ഒക്കെ നടക്കുന്നുണ്ടാവാം. പക്ഷേ അതൊന്നും പുണ്യം കിട്ടുന്ന കർമ്മങ്ങളായി ഗണിച്ചുകൂടാ. എന്തെന്നാൽ അവരെല്ലാം അന്ധതയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവർ മുക്തരല്ല, അവർ സക്തരാണ്. ആ രണ്ട് ഭാഗവും ശ്രദ്ധിച്ചോണം. മുക്തരും സക്തരും. സക്തരായവർ അതിന് അടിപ്പെട്ടു പോകുന്നു. ലഹരി ഉപയോഗിക്കുന്നവരെയൊക്കെ നമുക്കറിയാം. അതിനൊക്കെ ഈ അഡിക്ഷനായി പോകുക എന്നൊക്കെയാണ് നമ്മൾ പറയുക. അതിൽ നിന്ന് വിമുക്തി നേടുവാൻ
അല്പം പാടാണ്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ പെടാതെ നോക്കുക. പെട്ടാലോ അതിൽ നിന്ന് മുക്തരാകാൻ ശ്രമിക്കുക. പെട്ടാൽ മുക്തരാകാൻ സാധിക്കും ഉറപ്പായും. അത്ര ഉറച്ച വിശ്വാസം ഭഗവാങ്കൽ ഉണ്ടെങ്കിൽ. എന്നാൽ അത്ര ഉറച്ച വിശ്വാസം ഭഗവാങ്കൽ ഉണ്ടാകണമെങ്കിൽ രാമകൃഷ്ണ പരമഹംസർ പറയുന്ന ഒരു ഉപമയുണ്ട്. ഈ തത്ത രാമനാമം ജപിക്കും. പക്ഷേ തത്തയുടെ ഈ തൊണ്ടയിലെ തോല് ഉറയ്ക്കുന്നതിന് മുമ്പ് അതിനെ രാമനാമം ശീലിപ്പിച്ചു കൊള്ളണം. തൊണ്ടയിലെ തോൽ ഉറച്ചു പോയാൽ അതിന് ചിലയ്ക്കാനേ പറ്റൂ, അതിന് നാമം പറയാൻ സാധ്യമല്ല എന്ന് പറയുന്നത് പോലാണ്. ജനിക്കുമ്പോൾ ജീവശാസ്ത്രപരമായി നാം ഒക്കെ ജന്മമെടുക്കുമ്പോൾ അതൊരു മാംസപിണ്ഡം മാത്രമാണ്. ജീവനുള്ള മാംസപിണ്ഡം മാത്രം. മനുഷ്യത്വത്തിലോട്ടുള്ള ആ പടവ് ഉപചാരങ്ങളിലൂടെ വിവിധ സംസ്കാരങ്ങളെന്ന് പറഞ്ഞാൽ ഈ ചെവിയിലോതുക, മന്ത്രമോതുക, നാമകരണം നടത്തുക, ഇങ്ങനെയുള്ള പല ഷോഡശ സംസ്കാരങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഓരോ കർമ്മവും അവനിലെ ദൈവീകത ഉണർത്തുന്നതായിരിക്കണം. അതിനനുഗുണമായ രീതിയിലായിരിക്കണം ആ ചടങ്ങുകളെന്നാണ് പറയുന്നത്. അതെല്ലാം പക്ഷേ നമ്മൾ ഇന്ന് ഒരാഘോഷമാക്കുമ്പോൾ, മുമ്പേ ജീവിക്കുന്ന കാര്യം പറഞ്ഞതുപോലെ ജീവിക്കുന്നുണ്ട്. പക്ഷേ അന്ധതയിലൂടെയുള്ള യാത്ര, അത് മരിച്ച് കൊണ്ട് ജീവിക്കുക, അഥവാ ആ ജീവിതം മരണമാണ് എന്ന് പറയുന്നത് പോലെ. ഇതിനെ ആഘോഷം എന്ന് പറയാം. ഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ വിളിച്ച് അറിയിക്കുക, നാടാകെ അറിയിക്കുക. അത് അനുഭവമായി വരുന്നില്ല. അത് നമുക്കൊരിക്കലും അതിൻ്റെ ലക്ഷ്യത്തിന് അനുഗുണമായും വരുന്നില്ല. ഇത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നോക്കൂ. ഒരേ ഒരു ഗുരു എന്ന് പറഞ്ഞാൽ, ഒരേ ഒരു ഗുരു എന്ന് പറയാൻ കാരണം, ഈ ഗുരുക്കന്മാർ പലരുണ്ട്. സാധാരണക്കാരെ വരെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഗുരുക്കന്മാരായി കാണുന്നവരാണ് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ കാര്യം വിശേഷിച്ച് പറയാനുമില്ല. ഇവിടെ ഭുക്തിക്കൊപ്പം മുക്തി കൂടി നൽകാൻ അത് ഗുരുവിന് മാത്രമേ സാധിക്കൂ. ഒന്ന് ഓർത്തു നോക്കൂ. എത്രയോ പുരാണ പുരുഷന്മാരെ നമുക്കറിയാം. പലരും തപസ് ചെയ്യുന്നുണ്ട്. ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവർ ആവശ്യപ്പെട്ട വരം കൊടുക്കുന്നുണ്ട്. ആ വരങ്ങൾ വാങ്ങി അവരെന്താണ് ചെയ്യുക? ഭൂലോകം കീഴടക്കുന്നു, ത്രൈലോക്യങ്ങളും കീഴടക്കുന്നു, ദേവന്മാരെ അവിടുന്ന് നിഷ്കാസിതരാക്കുന്നു, അവരെല്ലാവരും സഹികെടുന്നു, ഭൂമി പരിതപിക്കുന്നു, ആകെ എല്ലാത്തിൻ്റെയും താളം തെറ്റുന്നു. ഏറ്റവും അവസാനം ഈ ലോകത്തിൻ്റെ താപം തീർക്കാൻ വേണ്ടി വരം കൊടുത്തവർ തന്നെ അവതരിക്കേണ്ടി വരുന്നു. ഇതിനെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മനസ്സിലൂടെ ഇപ്പം മിന്നി മറഞ്ഞു തുടങ്ങുന്നുണ്ടാവും. ഇവിടെ വരം കൊടുക്കുന്നു, പക്ഷെ അവരെല്ലാം ഉപദ്രവകാരികളായി മാറുകയാണ്. ഒരുപക്ഷെ ഉപദ്രവകാരികളായി മാറാത്തവർ, പ്രഹ്ലാദനെ പോലെയോ ഒക്കെയുള്ള കഥാപാത്രങ്ങൾ വിരളമായി മാത്രമേ കാണൂ. ഇത് നമുക്കൊരു പാഠമാണ്. ഇഷ്ടം സാധിച്ചാൽ ആ ഇഷ്ടം നമ്മെ
മറ്റൊരു തരത്തിലേക്ക് മാറ്റുകയാണ്, അഹംഭാവത്തിലേക്ക് മാറ്റുകയാണ്. അവിടെ ലോഭം വർദ്ധിക്കുകയാണ്, വെട്ടിപ്പിടിക്കുകയാണ്. പരമോന്നത സ്ഥാനത്തെത്തിക്കഴിഞ്ഞാലും എല്ലാവരെയും അടക്കി അവരെല്ലാം തൻ്റെ കാൽച്ചുവട്ടിൽ ഞെരിഞ്ഞമരുന്നത് കാണാനുള്ള ഒരു വ്യഗ്രത. ഇതിനെ ഭ്രാന്തമായ ഒരവസ്ഥ എന്ന് വേണം പറയുവാൻ. അപ്പൊ ഇവിടെ ചരിക്കമുക്തനായി എന്ന ആ ഉപനിഷത് വാക്യം ഓർക്കുക. ചരിക്കമുക്തനായി. ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നു എന്ന് കരുതുന്നവൻ, എല്ലാത്തിലും ഈശ്വരൻ വസിക്കുന്നു അഥവാ പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവൻ, എല്ലാം ഈശ്വരൻ്റേതാണെന്ന് കണ്ടാൽ അവൻ ഇത് തൻ്റേതാണെന്ന് കരുതാൻ ന്യായമില്ല, തൻ്റേതാണെന്ന് കരുതില്ല. അവനും ഈശ്വരൻ്റെ തന്നെ ഭാഗമാകാൻ ശ്രമിക്കുകയാണ്. ഈ പ്രകൃതിയിൽ പലതുമുണ്ട്, അതിലെല്ലാം ഈശ്വരനുണ്ടെങ്കിൽ തന്നിലും ഈശ്വരനുണ്ട്. അപ്പോൾ എല്ലാം ഈശ്വരൻ്റേത്, താനും ഈശ്വരൻ്റേത്. അപ്പൊ സർവവും തന്നിലും സർവത്തിലും താനും, സർവഭൂതവും ആത്മാവിൽ, ആത്മാവിനെയും അങ്ങനെ സർവഭൂതത്തിലും കാണുന്നവനെന്തുള്ളു നിന്ദ്യമായി. അപ്പോൾ അഹംഭാവത്തിൽ നിന്ന് താനെന്നും തൻ്റേതെന്നും ഒക്കെയുള്ള ആ ഭാവം അത് ബാധിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു, ഭഗവാനിൽ നിന്ന് അറ്റുപോയി. ഗുരു വ്യക്തമായി ബോധിപ്പിച്ചിട്ടുള്ളത് ഭക്തിയും അഹങ്കാരവും ഒരുമിച്ചിരിക്കില്ല. എവിടെയാണ് അഹംഭാവമുള്ളത് അവിടെ തീർന്നു, അവിടെ തീർന്നു. ഭഗവാനോടുള്ള ആ ബന്ധം അവിടെ അറ്റും. അതൊരു പ്രകൃതി നിയമമാണ്. അപ്പം നോക്കൂ, ഇവിടെ പ്രകൃതിയുടെ ഭാഗമാവുക, അവൻ ഈശ്വരഹിതം മാത്രം അനുവർത്തിക്കുക. ഇത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല, നമ്മൾ മനസ്സിലാക്കിയതാണ്. എന്ത്? നമുക്കൊക്കെ ഇഷ്ടങ്ങളേ ഉള്ളൂ. ആ ഇഷ്ടങ്ങൾ പലർക്കും പല വിധമായിരിക്കും. അവരവരുടെ ഇഷ്ടങ്ങൾ സാധിക്കുമ്പോൾ അവരവർക്ക് താൽക്കാലികമായി മാത്രമേ ഒരു ശാന്തിയോ ഒരു ആഗ്രഹപൂർത്തിയോ വരുന്നുള്ളൂ. പക്ഷേ തിരമാല പോലെ ഒന്നിനു പുറകെ അതിന് അനുബന്ധമായി ആഗ്രഹങ്ങൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കും. ഒരിക്കലും ആഗ്രഹങ്ങൾക്ക് അറുതിയില്ല. അവിടെ എന്തെല്ലാം ആഗ്രഹം സാധിച്ചാലും വീണ്ടും വീണ്ടും ആ ആഗ്രഹിച്ച കാര്യങ്ങളിൽ അഭിരമിക്കുവാനല്ല അവർക്ക് യോഗം, വീണ്ടും വീണ്ടും വെട്ടിപ്പിടിക്കാനാണ്. നേടാത്തത് നേടുവാനുള്ള വ്യഗ്രതയാണ്, നേടിയതിനെ അനുഭവിക്കുവാനുള്ള യോഗമല്ല അവർക്കുണ്ടാവുക. സക്തരായി പോയാൽ ഇതാണ് അപകടം. ഈ ശക്തിയിൽ നിന്നുള്ള മുക്തി അത് നേടാതെ എന്ത് അനുഗ്രഹം നമുക്കുണ്ടായാലും അതൊരിക്കലും നമുക്ക് തൃപ്തിയേകുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ നേടുന്നതൊക്കെ മറ്റുള്ളവർക്ക് ഗുണകരമായി തീരണമെന്നില്ല, ഉപദ്രവകരമായി തീരുകയും ചെയ്യാം. അപ്പൊ ഗുരു ഭുക്തി നൽകുന്നു, ഭൗതിക ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുന്നു. നമ്മൾ പലപ്പോഴും അഭിമാനിക്കാറുള്ളതും പറഞ്ഞു പഠിപ്പിക്കാറുള്ളതും എന്താവശ്യപ്പെട്ടാലും ഗുരുവിൻ്റെ മുമ്പിൽ എന്താവശ്യപ്പെട്ടാലും ഭഗവാൻ അത് തരും. അവരവരുടെ അനുഭവങ്ങളാണ് പറയുന്നത്. ഇത് ഗുരുവിനോടുള്ള ആ മമത കൊണ്ട്, ഗുരുവിലുള്ള അഭിമാനം കൊണ്ട് പറയുന്നതാണ്. അപ്പം നമ്മളിവിടെ ഈശ്വരാർപ്പണ ബുദ്ധിയിൽ എത്തിച്ചേരുക, അത്രത്തോളം എത്തിച്ചേരണമെന്നാണ്.
ഇല്ല എങ്കിൽ ഇതുപോലെ വിഭാഗീയമായി നമ്മൾ ചിന്തിക്കും. ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധിയോർത്തിടയണം എന്ന് മുഴിഞ്ഞതാരാണ്? ഗുരുവല്ലേ. എന്നിലും നിന്നിലും അവനിലും ഇവനിലും എല്ലാം കാണുന്ന ചൈതന്യം ഒരേ ഒരു സത്തയാണ്, ഒരേ ഒരു ആത്മരൂപമായതുകൊണ്ട് ഓരോ ജീവനും ഉറപ്പിക്കേണ്ടത് എന്താണ്? ഞാൻ എൻ്റെ സുഖത്തിനായി ആചരിക്കുന്നവ അത് അപരൻ്റെ കൂടി സുഖത്തിനായി വരേണം. ഇത് ബുദ്ധി തെളിഞ്ഞവർ, വിവേകമുദിച്ചവർ, അവർ ഒരിക്കലും തന്നെയല്ല കാണുന്നത്, എല്ലാത്തിനെയും ഒന്നാകെയാണ് കാണുന്നത്. അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടായിരിക്കും അവൻ്റെ ആഗ്രഹങ്ങൾ. അന്യർക്ക് ഉപദ്രവകരമാകുന്ന കർമ്മങ്ങൾ അത് ആത്മവിരോധി എന്ന് കണ്ട് അന്യർക്ക് കൂടി ഗുണകരമാകുന്ന കർമ്മങ്ങൾ ഏത്? അതറിയുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഈശ്വരഹിതം അത് നമ്മിലൂടെ പ്രകടമാക്കുവാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരനോട് ബുദ്ധിയെ തെളിച്ച് നല്ല വഴിയെ കൊണ്ടുപോകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഈ ഒരൊറ്റ പ്രാർത്ഥന മാത്രം മതി മനുഷ്യൻ. ബുദ്ധിയെ തെളിച്ച് നല്ല വഴിയെ കൊണ്ടുപോവുക. ഇതെത്രയോ തവണ നമ്മൾ കേൾക്കുന്നു. എത്ര കേട്ടാലും നമ്മളിത് അവസാനിപ്പിക്കരുത്. ബുദ്ധി തെളിയുക. ഇവിടെ ഭഗവാൻ പ്രഖ്യാപിക്കുന്നുണ്ട്, എല്ലാം വെടിഞ്ഞ് എന്നിൽ പൂർണ്ണമായും ആത്മസമർപ്പണം ചെയ്യുന്നവന് എനിക്ക് നൽകാനുള്ള വരം ദദാമി ബുദ്ധിയോഗം തം, അവനിൽ ഞാൻ ബുദ്ധിയോഗത്തെ നൽകുന്നു. അവൻ്റെ ബുദ്ധിയെ പ്രസാദിപ്പിക്കുന്നു, പ്രചോദിപ്പിക്കുന്നു. ആ ബുദ്ധി കൊണ്ടാണ് അവൻ ജീവിക്കേണ്ടത്. അവൻ്റെ ജീവിതം തെളിഞ്ഞ ബുദ്ധിയോടെ, ഉണർന്ന ബുദ്ധിയോടെ. അങ്ങനെ വിവേകത്തിൻ്റെ മാർഗം അത് പ്രക്ഷുബ്ധമായ ലോകത്തിലാണെങ്കിൽ പോലും അവനത് രക്ഷയായി ഭവിക്കുമെന്നാണ്. മറിച്ച് ഞാൻ എൻ്റേത്. ഇപ്പോൾ പരോപകാരങ്ങൾ തീരെ വെടിഞ്ഞവരൊന്നും അല്ല നമ്മൾ അങ്ങനെ അടച്ചു പറയുന്നത് ശരിയല്ല. കഴിയുന്നതും സാധിക്കുന്നത് പോലെ ഈ പരോപകാരം ചെയ്യാനുള്ള ഒരു മനസ്സ് പലപ്പോഴും അത് തെളിയുന്നുണ്ട്, നമ്മളത് തെളിയിക്കുന്നുമുണ്ട്. ഇതൊക്കെ ശരിയാണ്. അപ്പം നന്മയുടെ ഒരു നേരിയൊരു ലാഞ്ചന നമ്മുടെ എല്ലാം ഉള്ളിലുണ്ടെങ്കിലും അവിടെയും ഒരു സ്വാർത്ഥത കടന്നു വരുന്നുണ്ട്. എന്നിലൂടെ വേണം, അത് എന്നിലൂടെ മാത്രമേ ആകാവൂ, ഞാനാണത് ചെയ്തത്, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വക ഭാവം അത് ചെയ്യുന്ന ആ സഹായം, പരോപകാരം അയാൾക്കൊരു പക്ഷേ ഗുണപ്പെടുന്നുണ്ടായിരിക്കാം. അയാളുടെ ആത്മാഭിമാനത്തെ കൂടി വ്രണപ്പെടുത്തിക്കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ആരെയെങ്കിലുമൊക്കെ സഹായിക്കുന്നത്. ഈ ബൈബിളിൽ പറയുന്നത് വളരെ അർത്ഥവത്താണ്. വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ അർത്ഥം എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. വളരെ ഗോപ്യമായി ചെയ്താലും ഇത് കാണേണ്ടതാരാണ്? ഈശ്വരനാണ്. അത് ആര് കണ്ടില്ല എങ്കിലും ഈശ്വരൻ അറിയും. ഈശ്വരൻ അറിഞ്ഞാലോ? ഈശ്വരൻ എല്ലാത്തിലും ആവസിക്കുന്നത് കൊണ്ട് എല്ലാവരും അറിയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഓരോ ജീവന്മാരും ശ്രദ്ധിക്കേണ്ടത് എന്ത്? ഈശ്വരനെ മാത്രം ബോധ്യപ്പെടുത്തുക. ഈശ്വരൻ ബോധ്യപ്പെട്ടാൽ എല്ലാവരും ബോധ്യപ്പെടും. ആ രീതിയിലായി തീരും കാര്യങ്ങൾ. പക്ഷേ നമ്മളുടെ സങ്കുചിത മനസ്സ് അതിനനുവദിക്കുമോ?
ഇത് എഴുതി വച്ചില്ലെങ്കിൽ ആരറിയാൻ? 4 പേര് കൂടുന്നിടത്ത് ഇതൊന്ന് പറഞ്ഞില്ലെങ്കിൽ ആരറിയാൻ? അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. എഴുതി വെക്കാത്തതിൻ്റെ പേരിൽ, അത് കൂടെ കൂടെ ഒന്ന് പറയാത്തതിൻ്റെ പേരിൽ ഇനി മേലിൽ എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് ഈ തീരുമാനമെടുക്കുന്നവരും ഇല്ലാതില്ല. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ, ആളുണ്ടെങ്കിൽ പ്രാസംഗികന് നല്ല ഉഷിരുണ്ട്. ആള് കുറവാണെങ്കിലോ ആ ഉശിരൽപ്പം കുറഞ്ഞിരിക്കും. അത് നാം കണ്ടതാണ്. ഭഗവാനെ കീർത്തിക്കുന്ന ഭാഗവതർക്ക് പോലും അതുണ്ട്. ചില സമയം അങ്ങ് വലിച്ചു കളയും, പെട്ടെന്നങ്ങ് തീർത്തിട്ട് പോകും. എന്തായിരുന്നു? അന്ന് ഇച്ചിരി ആള് കുറവായിരുന്നു, ഇതൊക്കെ മതി എന്നങ്ങ് തീരുമാനിച്ചു. ഭഗവാനെയാണ് കീർത്തിക്കുന്നതെന്ന് ഓർക്കണം. ഭഗവത് കീർത്തനത്തിന് പോലും ഈ മാനദണ്ഡമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ബാക്കി ശേഷമുള്ള കർമ്മങ്ങളുടെ കാര്യം പറയേണ്ടതുണ്ടോ? ചിന്തിക്കുക. നോക്കൂ, ആര് കണ്ടില്ല എങ്കിലും ഭഗവാൻ കാണും. അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ആരാലും സാധിക്കുന്നതല്ല. നാം മനസ്സാ വിചാരിക്കുന്നത് അത് ഭഗവാനെ മറയ്ക്കാവുന്നതല്ല. ഗുരുവിൻ്റെയൊക്കെ പരഹൃദയ ജ്ഞാനം, അതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് മുമ്പോട്ട് സന്ദർഭാനുസരണം കണ്ടും മനസ്സിലാക്കിയും പോകാവുന്നതേ ഉള്ളൂ. എന്തെല്ലാമാണോ ഭഗവത് ഗുണങ്ങൾ, ഈശ്വരീയ ഗുണങ്ങൾ, ദൈവമഹിമകൾ, ഇതെല്ലാം ഗുരു പല കൃതികളിലൂടെയും വെളിപ്പെടുത്തിയിട്ടുണ്ട്, സ്പഷ്ടമാക്കിയിട്ടുണ്ട്. ഗുരുവിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കണ്ടുവരുന്നത് പോലെ ഇതിൻ്റെ എല്ലാം ദൃഷ്ടാന്തം ഗുരുവിൽ നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ്. പലയിടത്തും തത്വങ്ങൾ മാത്രമേ ഉള്ളൂ, ആദർശങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനെ ഒരു വ്യാഖ്യാനമായി അല്ലെങ്കിൽ അതിൻ്റെ പ്രായോഗികമായ ഒരു ദൃഷ്ടാന്തമായി ഒരിടത്തും ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമേയില്ല. അതുകൊണ്ടാണല്ലോ കഥകൾ പറഞ്ഞും കഥകളിലൂടെ ബോധിപ്പിച്ചും പോകേണ്ടി വന്നത്. ഗുരു അങ്ങനെ ആയിരുന്നില്ല. ഈ ആദർശം അത് കൃത്യമായും ആ ജീവിതത്തിൽ പ്രകടമായിക്കൊണ്ടാണ് ഇരുന്നത്. അവിടുന്ന് അത് പ്രകാശിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നത്. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ ആ മഹത് ജീവിതം, മഹനീയ ചരിത്രം, അതിന് തുല്യമായി മറ്റൊന്നുമില്ല എന്ന് പറയുന്നത്. നോക്കൂ, ഈ ലോകത്ത് ജീവിക്കുവാൻ ഇപ്പം നമ്മൾ പരിമിതമായി ആവശ്യങ്ങൾ നിയന്ത്രിച്ച്, ഇപ്പം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹങ്ങൾ ഇങ്ങനെ പെരുകി പെരുകി മുറ്റി നിൽക്കുകയാണ്. നമ്മുടെ പരിമിതികളെക്കുറിച്ചും നിവൃത്തികേടിനെക്കുറിച്ചും അല്പം ബോധമുള്ളത് കൊണ്ട് നാം ഒന്ന് നിയന്ത്രിച്ചു നിർത്തുന്നു എന്ന് മാത്രം. അതേസമയം ആ പരിമിതികളൊക്കെ ഇല്ലാതെ ആ നിവൃത്തികേടൊക്കെ മാറുന്ന അവസ്ഥയിൽ നമ്മളും അതിര് വിട്ട് തന്നെ ചെലവഴിച്ചു തുടങ്ങും, പലതും ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ നിയന്ത്രിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ അത് നിവൃത്തികേട് കൊണ്ടാണ്, അത് വലിയ കാര്യമല്ല. അപ്പോൾ ഇവിടെ വേണ്ടത് മുക്തനായി ചരിക്കുക, അസംഗനായി കർമ്മം ചെയ്തിങ്ങ് അസംഗനായിരിക്കുക. ഈ അവസ്ഥയിലേക്ക് ലോകം എത്തിച്ചേർന്നാൽ ലോകത്ത് മത്സരങ്ങളില്ല, അവിടെ സുഭിക്ഷതയുണ്ട്, അവിടെ ശാന്തിയുണ്ട്, സമാധാനമുണ്ട്. അപ്പൊ ഇങ്ങനെ കലഹിച്ചും ഈ വാശിയിൽ മത്സരിച്ചും അതെല്ലാം ഒരു ശീലമായി പോയവരെ സംബന്ധിച്ച് ഈ ശാന്തി എന്നൊക്കെ പറയുന്നത് ലോകത്തൊരു കാലത്തും നടപ്പാവില്ല, അതൊരു സ്വപ്നം മാത്രമാണ് എന്ന് വിധി എഴുതിക്കളയും.
അപ്പം നമുക്കൊക്കെയുള്ള ഏറ്റവും വലിയ ഒരു ന്യൂനത വിധിക്കുകയാണ്. നമ്മുടെ മനോനില വെച്ച് വിധിക്കുകയാണ്. നമ്മുടെ കണ്ണ് അത്ര കണ്ട് തെളിഞ്ഞതാണോ? നമ്മുടെ ബുദ്ധി അത്ര കണ്ട് തെളിഞ്ഞതാണോ? തെളിഞ്ഞ ബുദ്ധിയിൽ തെളിഞ്ഞ കണ്ണോടെ നോക്കിക്കണ്ടവർ വളരെ വിരളമത്രേ. അവിടെയാണ് ഗുരുവിൻ്റെ അനുഗ്രഹം. അത് ഭുക്തിയും നൽകും, ഒപ്പം മുക്തിയും നൽകും. മനുഷ്യരെ മുക്തരാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിരുവിട്ട ആഗ്രഹങ്ങൾ, ലോഭം, ആർത്തി, അസഹിഷ്ണുത, ഇതെല്ലാം ഉള്ളവന് അനുഗ്രഹം കിട്ടിയാൽ എന്ത് സംഭവിക്കും എന്ന് ഈ പുരാണ കഥാപാത്രങ്ങൾ തെളിയിക്കുന്നുണ്ട്. അതിരുവിടുകയാണ് അവരുടെ എല്ലാ നടപടികളും. ഇവിടെ നോക്കൂ, ഉള്ളതിൽ തൃപ്തനായി എന്ന് പറയുമ്പോൾ എന്താണ്? ഉള്ളത് കൊണ്ട് കഴിഞ്ഞുകൂടുക എന്ന് സാധാരണ നമ്മൾ പറയുന്നത് പോലല്ല. വേണ്ടുന്നത് എല്ലാം ഉണ്ട്. ദൈവദശകത്തിൽ സങ്കല്പിക്കുന്നത് എന്താണ്? ധന്യരാക്കുന്ന എന്ന് സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ നിലയിലാണ് നമ്മളെല്ലാവരും എത്തിച്ചേരേണ്ടത്. അതല്ലാതെ ഈ പ്രാർത്ഥിക്കുന്നവരെല്ലാം ധന്യരായി എന്നതിനർത്ഥമില്ല. അവൻ പ്രാർത്ഥിക്കുന്നത് പോലും വെട്ടിപ്പിടിക്കാൻ വേണ്ടി ആണ് ഈ ദൈവദശകം പോലും ചൊല്ലുന്നത് എങ്കിൽ എവിടെ നിൽക്കുന്നു കാര്യങ്ങൾ? അന്നവസ്ത്രാദി മുട്ടാതെ എന്ന് പറയുന്നത് നോക്കൂ. അതുണ്ട്. ഇത് ബോധ്യപ്പെടുന്നവനാണ് രക്ഷിക്കപ്പെടുന്നവൻ. എങ്ങനെ? ദൈവത്തിൻ്റെ രക്ഷ അവനിലുണ്ട്. അവന് ഉത്കണ്ഠയില്ല എന്നും കൊണ്ട് എല്ലാം ദൈവം തരും. അപ്പം നമ്മുടെ പരിമിത ബുദ്ധി കുബുദ്ധിയായി ഈ വഴുതിപ്പോയി അതിൻ്റെ മറുപുറം കാണാതിരിക്കട്ടെ. അപ്പോൾ എല്ലാം കരുതിയിട്ടുണ്ട്. അത് മുട്ടാതെ ദൈവം തന്നുകൊള്ളും. അതുകൊണ്ട് വെറുതെ ഇരുന്നാൽ മതി. ഇങ്ങനെ ചിന്തിക്കുന്നത് സക്തരായതുകൊണ്ടാണ്, മുക്തരല്ലാത്തത് കൊണ്ടാണ്. ഇവിടെ കർമ്മം ചെയ്യാതിരിക്കാൻ ആർക്കും സാധ്യമല്ല. നോക്കൂ, ജീവനില്ലെന്ന് കരുതുന്ന നാം ജീവനില്ലെന്ന് കരുതുന്ന എല്ലാത്തിലും നിരന്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിലെല്ലാം കണികകൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിന് പരിണാമമുണ്ടാകുന്നത്. ഇത് നമ്മൾ കണ്ടതല്ലേ ഒരിക്കൽ. ഓരോ കണികയിലും ഈ ന്യൂട്രോൺ കണങ്ങളും പ്രോട്ടോൺ കണങ്ങളും ഒക്കെ ഇങ്ങനെ സൗരയൂഥം വിശാലമായി എങ്ങനെയാണോ അതിൻ്റെ ഒരു കൊച്ചു പതിപ്പ് പോലെ ഇതിൻ്റെ ഉള്ളിലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചലനമില്ല എങ്കിൽ സംയോജനമുണ്ടാകുമോ? വിഘടനമുണ്ടാകുമോ? പുതിയ ഒന്നുണ്ടാകുമോ? പുതിയ ഒന്നിനെ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുമോ? ഒന്നും സാധിക്കാതെ വരും. എല്ലാം സംഭവിക്കുന്നത് അവിരാമമായി നിശ്ചിതമായ നിയമവ്യവസ്ഥയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ കൊണ്ടാണ്, അഥവാ ചലനങ്ങൾ കൊണ്ടാണ്. അതിനഴിവില്ലല്ലോ. അതിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ആരാണ് നിയാമകൻ? ഇതെല്ലാം തെറ്റാതെ കൃത്യമായി ഇതിനെ നിവർത്തിച്ച് പരിപാലിച്ചുകൊണ്ട് പോകുന്ന ശക്തി. എന്തെങ്കിലും ഒരു ശക്തി കാണണമല്ലോ. ഈ നിർജീവമെന്ന് നമ്മൾ ധരിച്ചിരിക്കുന്ന ആ വസ്തുക്കളുടെ ഉള്ളിൽ പോലും ഓരോ കണികയിലും അനുനിമിഷം അവിരാമം ഈ ചലനങ്ങൾ നടക്കുന്നുണ്ടേ എങ്കിൽ അവിടെ വിശ്രമം എന്നത് ഇല്ല. ഒന്ന് ഓർത്തു നോക്കൂ. യഥാർത്ഥ ഒരു ഈശ്വര ആരാധകൻ, ഒരു ഈശ്വര ഭക്തൻ, അവൻ വിശ്രമിക്കില്ല. എന്ന് പറഞ്ഞാൽ ജോലി കഴിഞ്ഞും അടുത്ത് വന്ന് അതൊക്കെ നമ്മുടെ ആ പരിമിതി വെച്ച് അങ്ങനെയുള്ള നേരം പോക്കുകളിൽ കൂടി നമ്മൾ പോകരുത്. നമ്മൾക്ക് വിശ്രമമില്ല. ഒന്നുമില്ല എങ്കിലോ സ്വരൂപ സ്മൃതിയിൽ തന്നെ കഴിഞ്ഞുകൂടി. അതാണല്ലോ ഊണിലും ഉറക്കത്തിലും ഇടപെടാതെ എല്ലായ്പ്പോഴും ചിന്തിക്കുമാറാവുക എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നാണ്
നാം ഉണ്ടാകുന്നത്, ഇതിൽ തന്നെയാണ് നാം നിലനിൽക്കുന്നത്, ഇതിൽ തന്നെയാണ് നാം ചെന്ന് ലയിക്കുന്നത്. ഇതിനെ മറന്നാൽ നമ്മുടെ അസ്തിത്വം പോയി. വള്ളിയിൽ നിന്ന് അറ്റുമാറിയ കൊമ്പ് കണക്കെ അസ്തിത്വം പോയി. അതുകൊണ്ട് ജീവിക്കുന്നുണ്ടാവാം, പക്ഷേ അതിന് ചൈതന്യം പോയി. അതുകൊണ്ട് ചേർന്നിരിക്കുക, ആ സത്തയോട് ചേർന്നിരിക്കുക. ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ, ഗുരുവിനോട് പ്രാർത്ഥിച്ചാൽ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണോ അവിടുന്ന് അത് അറിയുക, അറിയേണ്ട തരത്തിലറിയുക. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണോ അവിടുത്തെ മഹനീയ ഗുണങ്ങൾ, ആ ഗുണങ്ങളെ നമ്മൾ കീർത്തിക്കുകയാണ്, അതിനെ നമ്മൾ പുകഴ്ത്തുകയാണ്. അതിലൂടെയല്ല അതിനെ നമ്മൾ അറിയുകയാണ്. അതിനെ അറിഞ്ഞു കഴിയുമ്പോൾ അത് തന്നെ നാമായും തീരുകയാണ്. സൂചിപ്പിച്ചതുപോലെ ഉപ്പ് കടലിൽ അലിഞ്ഞ് അത് കടലായി ചേരുന്നത് പോലെ ഉപ്പിന് പിന്നെ അസ്തിത്വമില്ല, കടലെന്നുള്ള സംജ്ഞയിൽ അത് ലയിച്ചു പോകുന്നു എന്ന് പറയുന്നത് പോലെ ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം. അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ എത്തുന്നവർക്ക് ദൈവഹിതം മാത്രമേ കാണൂ. ദൈവഹിതം എന്ന് പറഞ്ഞാലോ എല്ലാത്തിലും ഒരുപോലെ വർത്തിക്കുന്നതും, എല്ലാത്തിനെയും തൻ്റെ അംശങ്ങളായി കാണുന്നതും, ഒന്നിലും ഭേദമില്ലാത്തതും, എല്ലാത്തിനെയും ഒരുപോലെ കാണുന്നതും എന്തോ അതാണ് ഈശ്വരഹിതം. ഈശ്വര ആരാധകൻ തീർച്ചയായും ആ നിലയിലേക്ക് എത്തിച്ചേരും. അതാണ് മുക്തി. അവന് പിന്നെ ശക്തിയില്ല. അതുകൊണ്ട് ആശങ്കയില്ല, വ്യാകുലതകൾ ഒഴിയുന്നു, സമാധാനമായി അവൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്നു. മുക്തി തരിക. പലരും ധരിക്കുന്നത് ജീവിതാന്ത്യത്തിൽ സകല ദുരിതങ്ങളിൽ നിന്നുള്ള മോചനമാണ് മരണം എന്നുള്ള സങ്കല്പത്തിലാണ് അങ്ങനെ പലരും ധരിച്ചിരിക്കുന്നത്. നോക്കൂ, ഈ ആശ വെടിയേണ്ടതും അസൂയ തുടങ്ങിയുള്ള ദോഷങ്ങളെല്ലാം വെടിയേണ്ടതും മരിച്ചിട്ടാണോ? ജീവിച്ചിരിക്കുമ്പോഴല്ലേ വേണ്ടത്? ആരാണോ ജീവിച്ചിരിക്കുമ്പോൾ ഇതിൽ നിന്ന് മുക്തരാകുന്നത് അവരത്രേ യഥാർത്ഥ ജീവന്മാർ, അവരത്രേ യഥാർത്ഥ മനുഷ്യർ. അല്ലാത്തവരോ അന്ധതമസ്സിലൂടെ കടന്നു പോകുന്നു. ആസുരം ലോകമൊന്നുണ്ട് കൂരിരുട്ടാലതാവൃതം മോഹമാർന്ന് ആത്മഹന്താക്കൾ പോകുന്നു മൃതരായതിൽ. ഇപ്പം മോഹമാർന്ന എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം അതിലാകുലരായ നമ്മളെല്ലാം ചെയ്യുന്നത്, മോഹാകുലരാം ഞങ്ങൾ അങ്ങോട്ടടുക്കുന്നു. ഗുരുവാദപത്മങ്ങളെ ആശ്രയിക്കുന്നത് എന്തിനു വേണ്ടി? ഈ മോഹമെല്ലാം വെടിഞ്ഞ് നമുക്ക് ആ മോഹത്തിൽ നിന്നുള്ള മുക്തി, അത് തെളിഞ്ഞ ബുദ്ധിയിലൂടെ നമുക്ക് ലഭിക്കേണ്ടതാണ്. ആ തെളിഞ്ഞ ബുദ്ധിയിൽ നമ്മൾ നമ്മളുടെ ഇഷ്ടങ്ങളെ അനിഷ്ടങ്ങളെ എല്ലാം വെടിഞ്ഞ് ഈശ്വരൻ്റെ ഹിതമെന്തോ അതിനോട് ചേരാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ഈശ്വരനോട് ചേരുക. ഈശ്വരനോട് ചേർന്ന് കഴിഞ്ഞാൽ ഈശ്വരൻ്റെ ഉപകരണങ്ങളായി നമ്മൾ മാറും. ഈശ്വരഹിതം നമ്മിലൂടെ പ്രകടമാകും. നമ്മളിലൂടെ അത് നടപടിയിൽ വരും. അങ്ങനെയുള്ള ജീവിതമാണ് ജീവിതം. ഗുരു മാത്രമേ മുക്തിയിലൂടെ ഭുക്തി നൽകുന്നുള്ളൂ. മുക്തി നൽകിക്കൊണ്ട് ഭുക്തി നൽകുന്നുള്ളൂ. മറ്റുള്ളവരെല്ലാം, മറ്റുള്ളവരെന്ന് പറയുന്നത് മറ്റുള്ള ദേവതാസങ്കല്പങ്ങളെല്ലാം പ്രലോഭനമെന്നോണം, തെളിച്ചു പറയട്ടെ, പ്രലോഭനമെന്നോണം ആഗ്രഹിക്കുന്നത് എന്തും തരും, ആഗ്രഹിക്കുന്നത് എന്തും തരും. ഇവിടെ അങ്ങ് നേരെ തിരിച്ചാണ്. ഒന്നുകൂടി ഊന്നിപ്പറയുന്നു, എന്താഗ്രഹിക്കണം അത് ഹിതകരമായത് മാത്രം ആഗ്രഹിക്കുവാനുള്ള വിവേകം തരുന്നത്
ഭുക്തിമുക്തി പ്രദാതാവായ ഗുരു തന്നെയാണ്. ആ സങ്കല്പത്തിൽ ഗുരുവിനെ നമുക്ക് കാണാം, വണങ്ങാം, ആശ്രയിക്കാം, മുക്തരാവാം. അതിലൂടെ അസംഗരായി നമുക്ക് ചരിക്കാം. ജീവിതം അതിലൂടെ ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. എല്ലാവർക്കും ഗുരുദേവാനുഗ്രഹം നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.